Assalamu alaikum. So today we are going to study about sense organs. So what is a sense organ? Specialized organs to gather information from the surroundings and send to brain. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്ത് അത് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്ന ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസിനെയാണ്, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഓർഗൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ സെൻസ് ഓർഗൻസ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് സെൻഡ് ടു brain. And what are the different types of sense organs that we have? Sense organs such as eye, ear, nose, tongue and skin. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? eye, ear, nose, tongue and skin. So the first sense organ is eye. So what is the function of eye? Eye help us to see. നമ്മുടെ കാണാൻ സഹായിക്കുന്ന സെൻസ് ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ദിസ് ഈസ് എ വെരി മച്ച് സെൻസിറ്റീവ് ആൻഡ് ഡെലിക്കേറ്റ് സെൻസ് ഓർഗൻ. എങ്ങനെയാണ് ഇത്? നല്ല സെൻസിറ്റീവും അതേപോലെ തന്നെ ഡെലിക്കേറ്റും ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗനാണ്. ആൻഡ് ഇറ്റ് ഈസ് സേഫ്ലി ഫിക്സ്ഡ് ഇൻസൈഡ് ദി ഹോളോ സോക്കറ്റ് ഓഫ് അവർ സ്കൾ. സ്കള്ളില്ലേ, നമ്മുടെ സ്കെൽട്ടൻ സിസ്റ്റത്തിൽ, നമ്മളിപ്പോൾ സ്കെൽട്ടൻ സിസ്റ്റം നോക്കുമ്പോൾ നമ്മുടെ സ്കളെന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ്. ആ സ്കളിൽ നമ്മൾ സ്കെൽട്ടൻ സിസ്റ്റത്തിൽ ഈ രണ്ട് നമ്മുടെ ഐസ് ഇരിക്കുന്ന ഈ രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഹോളോ ആയിരിക്കും. ഹോളോ മീൻസ് ഇറ്റ് ഈസ് ലൈക്ക് എം ടി അല്ലേ, ആ എം ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോളോ സോക്കറ്റിനകത്താണ് നമ്മുടെ ഐസ് എന്ത് ചെയ്തിരിക്കുന്നത്, സേഫായിട്ട് ഉള്ളത്. സോ അവർ ഐസ് ആർ സേഫ്ലി സീൻ ഇൻ ദ ഹോളോ സോക്കറ്റ്സ് ഓഫ് ദി skull. And also each eyeball is filled with a fluid that protects it from the minor shocks. നമ്മുടെ eyeball, so this eyeball, like what we are seeing inside the eye, that ball like structure is known as eyeball and it is protected with a fluid from the minor shocks. മൈനർ ആയിട്ട് വരുന്ന ഷോക്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐബോളിന് എന്തുണ്ട്, eyeball has a fluid. ഫ്ലൂയിഡ് എന്ത് സഹായിക്കുന്നു? പ്രൊട്ടക്ട്സ് ഫ്രം മൈനർ ഷോക്സ്. ഓക്കെ, സോ നൗ വി വിൽ സ്റ്റഡി അബൌട്ട് ദി പാർട്സ് അല്ലേ. ഇനി എന്താണ് പാർട്സിന്? നമ്മുടെ ഐസിലുള്ള ഓരോരോ പാർട്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫ്രണ്ട് ഐ. നമ്മുടെ ഫ്രണ്ട് ഐ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോർണിയ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട്? കോർണിയ. You can see it in the image, cornea. In your textbook it is there. And parts of an eye, that cornea is a transparent layer and cornea is a transparent layer. The outermost portion, നമ്മുടെ ഐയുടെ outermost portion ആണ് എന്തെന്ന് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണില്ലേ, ആ കണ്ണിൻ്റെ outermost portion ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് എന്ത്, കോർണിയ. ആൻഡ് നമ്മുടെ എന്താണ് കളേർഡ് സർക്കുലർ പാർട്ട്, ബ്ലാക്ക് കളറിലുള്ളതില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്, ദ കളേർഡ് സർക്കുലർ പാർട്ട് ഇൻസൈഡ് ആൻ ഐ ഈസ് ഐറിസ്. നമ്മുടെ കളേർഡ് ആയിട്ടുള്ള സർക്കുലർ പാർട്ട്, നമ്മുടെ കണ്ണിനകത്ത് നമ്മൾ കാണുന്ന കളേർഡ് ആയിട്ടുള്ള സർക്കുലർ പാർട്ടാണ് എന്ത്, ഐറിസ്. ഇറ്റ്സ് എ കളേർഡ് സർക്കുലർ പാർട്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഐറിസിൻ്റെ മിഡിൽ പോർഷനിൽ എന്ത് കാണാൻ പറ്റും, ഒരു ചെറിയ ഓപ്പണിംഗ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻ ദ മിഡിൽ ഓഫ് ഐറിസ്, ഐറിസിൻ്റെ മിഡിൽ പോർഷനിൽ എന്തുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഓപ്പണിംഗ് ഈസ് നോൺ ആസ് പ്യൂപ്പിൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐറിസിൻ്റെ ഈ പറയുന്ന ഐറിസിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നതാണ് എന്ത്, ലെൻസ്. ഐറിസിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന പാർട്ടാണ് എന്ത്, ലെൻസ്.
ലെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന ഒരു ഇമേജിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ലെൻസ് ആണ്. ഇപ്പോൾ ഒരു ഇമേജ് നമ്മൾ കണ്ട ആ ഒരു ഇമേജിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് ആ ഇമേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, ലെൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, ആൻഡ് ദ ലെൻസ് ഫോക്കസ് ഓൺ ദ ലൈറ്റ് ആൻഡ് പ്രൊജക്ട്സ് ഇമേജസ്. നമ്മൾ കാണുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്, റെറ്റിന. റെറ്റിനയിൽ എന്താണ് നടക്കുന്നത്, ഇമേജ് formation. Okay, and there is a sensory nerve connecting the retina to the brain. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫോർമേഷനും ആര് തരുന്ന ഇൻസ്ട്രക്ഷൻ ആണ്, ബ്രെയിൻ തരുന്ന ഇൻസ്ട്രക്ഷൻ. സോ ആ ഇൻസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കാണുന്ന എന്ത് കാര്യത്തിൻ്റെയും നമ്മൾ ആ കാണുന്ന ഇതിൻ്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി അല്ലെങ്കിൽ സെൻസറി നെർവ്സ് വഴി എവിടെ എത്തിക്കണം, ബ്രെയിനിൽ എത്തിക്കണം അല്ലേ. അപ്പോൾ ദ സെൻസറി നെർവ് കണക്റ്റിംഗ് ദ റെറ്റിന ടു ബ്രെയിൻ, റെറ്റിനയെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന സെൻസറി നെർവാണ് എന്ത്, ഒപ്റ്റിക് നെർവ്. So the first sense organ that we have to study is eye. Eye help us to see, and eyeball has a fluid alle, eyeball endund oru fluid und, and what is the function of this fluid, it protects from minor shocks. And what are the parts of eye, cornea, iris, lens, pupil, retina. Okay, so the cornea is the front part, നമ്മുടെ outermost portion, the outermost portion of the eye is known as cornea, and iris is the colored circular part inside the eye, and behind the iris we can see lens, and there is a small opening in the center of iris, that is pupil. And the image formation, what are the things we are seeing, the image is formed with the help of retina, and in order to send the information to the brain, there is a sensory nerve, that is optic nerve, which connects between the retina and brain. Okay, the next one is nose. So that's it about eye. Next sense organ is nose. So nose help us to smell and then breathe, right? Nose help us to smell and breathe. So the cavity means the hole, right? Our nose has two holes, right? Two cavities are there. Inside the cavity you can find hair like structures. എന്താണ്, ആ ക്യാവിറ്റിയുടെ അകത്ത് എന്തുണ്ട്, hair like structures ഉണ്ട്. And when we inhale, the particles in the air come in contact with these hair like structures. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത്, അകത്തോട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത്, what will happen, we know like our surroundings are not so clean and pure, right? So there are some dust particles and all those things are there. So when we are inhaling, that time these dust particles will come in contact with the hair like structures that found inside the cavity of nose. എന്താണ്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഏതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻസൈഡ് ദി cavity of our nose, അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. And these dust particles will not go inside the body, അല്ലേ, നമ്മുടെ ബോഡിയുടെ അകത്തോട്ട് എന്ത് ചെയ്യില്ല, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പോകത്തില്ല. It also helps us to smell different things. As I have told you, the function of nose is to smell. So what different type of smell, നമുക്ക് എങ്ങനെയാണ് ഓരോ സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, with the help of nose. The sensory nerves help us to smell, as to detect smell and send information to the brain. So the sensory nerves will make us understand what type of a smell it is. And our brain is the one which helps us to identify the smell. ഇപ്പോൾ അതൊരു ഗുഡ് സ്മെല്ലാണ് അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ലാണെന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന എന്താണ്, ബ്രെയിൻ ആണ് അല്ലേ. And the next one is, first we have studied about eye, right? So what was the function of eye? To see. And the third one is ear. Ear help us to hear. നമ്മളെ ഇയർ എന്തിനു സഹായിക്കുന്നു, കേൾക്കാൻ സഹായിക്കും അല്ലേ.
So there are four parts of ear that you have to study, that they are inner ear, external ear, eardrum and middle ear. External ear എന്ന് പറയുമ്പോൾ എന്താണ്? That part of ear that we are seeing, നമ്മൾ കാണുന്ന ആ ഇയറിന്റെ പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. The part of the ear that is visible outside is called the external ear. നമ്മുടെ ഇയറിന്റെ പാർട്ട്, അതായത് ഔട്ട്സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. It acts like a funnel that collects sound. So this ear, it is like a funnel. Okay, so and what it helps in collecting the sounds. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സൗണ്ട്സും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? So the ear helps in collecting the sounds. The sound vibrations, പിന്നെ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന സൗണ്ട് വൈബ്രേഷൻ എവിടെ എത്തണം? ഇന്നർ ഇയറിൽ എത്തണം. ആ ഇന്നർ ഇയറിൽ എത്തുന്നത് എങ്ങനെയാണ്? മിഡിൽ ഇയറിലൂടെ പാസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇന്നർ ഇയറിലോട്ട് എത്തുന്നത്. ആ ഇന്നർ ഇയറിൻ്റെ ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? സെൻസറി നെർവ്സ് വിൽ ഗീവ് സിഗ്നൽസ് ടു ദി ബ്രെയിൻ ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് സൗണ്ട് ഇറ്റ് ഈസ്. Just like I'm taking class right now, you people are listening to my sound. How you are understanding each and every word that I'm telling you? Your external ear is taking, and through the middle ear it is going to the inner ear and beats the drum, eardrum, and that time you are understanding the words that I am telling you. Okay? And the next sense organ is tongue. And what's the function of our tongue? Taste. അല്ലേ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സെൻസ് ഓർഗൻ ആണ് എന്ത്? ടങ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടങ് ക്യാൻ ടേസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് സച്ച് ആസ് സോൾട്ടി, ബിറ്റർ, സ്വീറ്റ്, സോർ. അല്ലേ, നമ്മുടെ മധുരമാണെങ്കിലും ഉപ്പാണെങ്കിലും പുളിപ്പ്, കയ്പ്പ്, ഇങ്ങനെയുള്ള എല്ലാ ടേസ്റ്റും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏത് സെൻസ് ഓർഗനാണ്? സെൻസ് ഓർഗനാണ്. ആൻഡ് ഹൗ ദ ടങ് ക്യാൻ റെക്കഗ്നൈസ് ദ ഈച്ച് ആൻഡ് എവറി ടേസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ്. എന്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്? ടേസ്റ്റ് ബഡ്സ്. നമ്മുടെ ടങ്കിൽ ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ്, ടങ് ഹെൽപ്പ് us to identify or recognize different types of taste. The taste bud converts the taste into a message. നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിനെ അതെന്താണ് മനസ്സിലാക്കുക? ടേസ്റ്റ് ബഡ്. സോ ദ ടേസ്റ്റ് buds, what it will do? It will convert it into message so that the brain will give us the signal to understand what taste it is. Next sense organ is skin. And skin help us to sense the touch. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏത് സെൻസ് ഓർഗൻ്റെ ഹെൽപ്പോടു കൂടിയാണ്? സ്കിന്നിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. The skin help us to touch and to feel. Okay. It has nerve endings that help us feel cold, heat, touch, pressure and pain. So sometimes we'll if somebody is beating you, you will get pain. How you getting pain? It's with the help of sense organs. So there are nerve endings which helps to understand the feel or touch. Okay, our skin also പിന്നെ എന്താണ്? നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ, അല്ലേ? അപ്പോൾ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഫ്രം ദി ജേംസ് ആൻഡ് ഇഞ്ചുറീസ്. പിന്നെന്താണ്? അങ്ങനെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ജംസിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഇഞ്ചുറീസ് നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സ്കിന്നിനെ എന്തെന്ന് പറയുന്നത്? ബോഡീസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. ബോഡീസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. ഓക്കെ, സോ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കിന്നാണ്. അപ്പോൾ സ്കിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ടോൾഡ് യു ലൈക്ക് ഇന്റേണൽ ഓർഗൻസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ സ്കെൽട്ടൻ സിസ്റ്റം, ബട്ട് സ്കിൻ ഈസ് ഓൾസോ പ്രൊട്ടക്റ്റിംഗ് അവർ ഇന്റേണൽ ഓർഗൻ from the germs, dirt and injuries. That's why it is also known as body's first line of defense. അതേപോലെ തന്നെ സ്കിന്നിൽ എന്തുണ്ട്? പോഴ്സ് ഉണ്ട്. പോഴ്സ് മീൻസ് ടൈനി ഹോൾസ്. നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ടൈനി ഹോൾസിനെയാണ് പോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദിസ് പോഴ്സ് സ്വെറ്റ് ആൻഡ് ടോക്സിക് തിങ്സ് വിൽ കം ഔട്ട്. നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതേപോലെ സ്വെറ്റ്, വിയർപ്പൊക്കെ എങ്ങനെ പുറത്തോട്ട് വരുന്നത്? ആ ടൈനി പോഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് സോ
what we have understood, like this sense organs is very much needed for us to understand everything അല്ലേ, നമുക്ക് ചുറ്റും നടക്കുന്ന എന്ത് കാണാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും ഒരു ഫുഡ് ആ ഫുഡിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനാണെങ്കിലും അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വി നീഡ് അവർ സെൻസ് ഓർഗൻസ്. ആൻഡ് സോ വാട്ട് വി ഹാവ് ടു ഡു പ്രോപ്പർ കെയർ അല്ലേ, നമ്മൾ എന്തിനാണ് പ്രോപ്പറായിട്ട് അവയെല്ലാം കെയർ ചെയ്യണം. സോ വാട്ട് ആർ ദ സെൻസ് ഓർഗൻസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ടുഡേ? That is, our body has 5 sense organs, that is nose, eye, ear, tongue and skin. Nose helps to smell and breathe, eye to see, ear to hear, tongue to taste and skin to touch, to understand the sense of touch and feel. Okay, so that's it for today. Thank you.